വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. വടക്കാഞ്ചേരി നഗരസഭയിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ജനവിധി തേടുന്നത് 136 സ്ഥാനാർത്ഥികൾ. ഇടത് വലത് NDA മുന്നണികൾക്കൊപ്പം SDPI, AAP സ്ഥാനാർത്ഥികളും വിമതരും മത്സരരംഗത്ത് സജീവമായതോടെ തെരഞ്ഞെടുപ്പ് ഇത്തവണ തീപാറുമെന്ന് ഉറപ്പാണ്. ഡിസംബർ 11 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിക്കുവാൻ മുന്നണികൾ അരയും തലയും മുറുക്കി ശക്തമായ പ്രചരണ രംഗത്താണ്. 2 തവണ ഭരണം കൈയാളിയ LDF ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് വീടുകൾ കയറി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ വികസന മുരടിപ്പും ഭരണവിരുദ്ധ വികാരങ്ങളും ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാണ് നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കുവാനും വോട്ടുകൾ UDFന് അനുകൂലമാക്കുവാനും ശ്രമിക്കുന്നത്. BJP ആകട്ടെ കാലങ്ങളായുള്ള ഇടതു വലതു ഭരണത്തിൽ നാട്ടിൽ യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല എന്നും BJPയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടിയുമാണ് പ്രചരണ രംഗത്തുള്ളത്. 2 ഡിവിഷനിൽ 3 മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തി SDPI സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട്. നഗരസഭാ ഡിവിഷൻ 24 മംഗലം സൗത്ത്, ഡിവിഷൻ 25 കരുതക്കാടുമാണ് SDPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഇത്തവണ നഗരസഭയിൽ സാന്നിധ്യം അറിയിക്കുവാൻ ആം ആദ്മി പാർട്ടിയും രംഗത്തുണ്ട്. നിലവിലെ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ മത്സരിക്കുന്ന ഡിവിഷൻ 9 ഇരട്ടക്കുളങ്ങരയിലാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ഡിവിഷൻ 2 പുതുരുത്തി സെന്ററിൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് കടുത്ത വെല്ലുവിളി സൃഷ്ടിക്കുമ്പോൾ BJPക്ക് തലവേദനയായി ഡിവിഷൻ 18 അകമലയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും രംഗത്തുണ്ട്. 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും വെല്ലുവിളിയായി ഡിവിഷൻ 5 കുമ്പളങ്ങാട്, ഡിവിഷൻ 8 റെയിൽവേ, ഡിവിഷൻ 33 അത്താണി, ഡിവിഷൻ 37 ആര്യമ്പാടം ഈസ്റ്റ്, ഡിവിഷൻ 38 ആര്യമ്പാടം സെന്റർ എന്നിവിടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട്. നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.